Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളേജിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. 2026-27 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ പയ്യന്നൂർ മണ്ഡലത്തിന് നിരവധി വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ്, റോഡുകൾ, പാലം, വിദ്യാഭ്യാസം, ടൂറിസം, സാംസ്കാരിക മേഖലകൾ തുടങ്ങി വിവിധ മേഖലകളിലായി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഗതാഗത മേഖലയിലാണ് ഏറ്റവും വലിയ നിക്ഷേപം. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് 5 കോടി രൂപയും ബൈപ്പാസ് റോഡിനും പെരുമ്പപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിനുമായി 5 കോടി രൂപയും അനുവദിച്ചു. ഏഴിമല ടോപ്പ് റോഡിന്റെ നവീകരണത്തിന് 14 കോടി രൂപയും, പാടിച്ചാൽ, ചെറുപുഴ, തിമിരി, പെരുവാമ്പ റോഡിന് 7 കോടി രൂപയും, അരവഞ്ചാൽ, പുറക്കുന്ന്, മാതമംഗലം റോഡിന് 3 കോടി രൂപയും വകയിരുത്തി. മണ്ഡലത്തിലെ ഏറ്റവും വലിയ പദ്ധതിയായി ഉളിയത്തുകടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് ശ്രദ്ധേയമാകുന്നു. പയ്യന്നൂർ, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ പദ്ധതിക്ക് 80 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. കുടിവെള്ള ലഭ്യത മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയ്ക്കും ഗതാഗതത്തിനും ഒരുപോലെ ഗുണകരമാകുന്ന പദ്ധതിയായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. വിദ്യാഭ്യാസ മേഖലയിലും ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളുണ്ട്. GHSS കോറോമിൽ പുതിയ കെട്ടിട നിർമ്മാണത്തിന് 1 കോടി രൂപയും, GHSS കരിവെള്ളൂരിന്റെ വികസനത്തിന് 50 ലക്ഷം രൂപയും അനുവദിച്ചു. പയ്യന്നൂർ AEO ഓഫീസിനായി പുതിയ എഡ്യൂക്കേഷൻ കോംപ്ലക്സ് നിർമ്മിക്കാൻ 2 കോടി രൂപയും വകയിരുത്തി. സാംസ്കാരിക രംഗത്ത് പൂരക്കളി അക്കാദമിയുടെ പ്രവർത്തനങ്ങൾക്ക് 30 ലക്ഷം രൂപയും, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ചിറയുടെ നവീകരണത്തിനും സംരക്ഷണത്തിനുമായി 1 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ടൂറിസം മേഖലയിലും വികസന പദ്ധതികൾക്ക് മുൻഗണന ലഭിച്ചു. എട്ടിക്കുളം ബീച്ചിന്റെ സൗന്ദര്യവൽക്കരണത്തിനായി പ്രത്യേകം തുകയും, ചെറുപുഴ ടൂറിസം വികസനത്തിന് 5 കോടി രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തി. പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിനായി കൂടുതൽ സൗകര്യങ്ങളുള്ള പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ 4 കോടി രൂപയും അനുവദിച്ചു. ഇതുകൂടാതെ എരമം കുറ്റൂർ IT പാർക്കിനായി 5 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വിവിധ മേഖലകളിലായി പ്രഖ്യാപിച്ച പദ്ധതികൾ പയ്യന്നൂർ മണ്ഡലത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാമ്പത്തിക പുരോഗതിക്കും പുതിയ ഊർജം പകരുമെന്നാണ് പ്രതീക്ഷ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ 2-3 പ്ലാറ്റ്ഫോമിലും ലിഫ്റ്റ് സൗകര്യം ഒരുങ്ങി. വെള്ളിയാഴ്ച കമ്മീഷനിംഗ് നടന്നു. 1-ാം പ്ലാറ്റ്ഫോമിൽ പുതിയ ലിഫ്റ്റ് 2 ആഴ്ച മുൻപ് തുറന്നിരുന്നു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ 2-3 പ്ലാറ്റ്ഫോമിലും ലിഫ്റ്റ് സൗകര്യം ഒരുങ്ങി. വെള്ളിയാഴ്ച കമ്മീഷനിംഗ് നടന്നു. 1-ാം പ്ലാറ്റ്ഫോമിൽ പുതിയ ലിഫ്റ്റ് 2 ആഴ്ച മുൻപ് തുറന്നിരുന്നു. കിഴക്ക് ഭാഗം പുറത്തേക്കിറങ്ങുന്ന ഭാഗം ഒരു ലിഫ്റ്റ് നിർമ്മാണത്തിലുണ്ട്. അംഗപരിമിതർ, മുതിർന്ന യാത്രക്കാർ, ഗർഭിണികൾ എന്നിവർക്കുൾപ്പെടെ ലിഫ്റ്റ് പ്രയോജനപ്പെടും. ഒരു ലിഫ്റ്റിന് സിവിൽ, ഇലക്ട്രിക്കൽ പ്രവൃത്തി ഉൾപ്പെടെ 52.96 ലക്ഷം രൂപയാണ് ചിലവ്. 2025 ഡിസംബറിലാണ് ലിഫ്റ്റിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. പാലക്കാട് ഡിവിഷൻ ഇലക്ട്രിക്കൽ ജനറൽ സർവീസിന്റെയും എഞ്ചിനീയറിംഗ് മേൽനോട്ടത്തിലാണ് പ്രവൃത്തി നടന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കെട്ടുകാഴ്ചയായി പയ്യന്നൂർ നഗരസഭ 9-ാം വാർഡായ കോറോം കൂർക്കരയിലെ രാമൻകുളം. പുനരുദ്ധാരണ പദ്ധതിയിൽ അനാസ്ഥയും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും കാരണം കുളം ജനങ്ങൾക്ക് ശാപമായി മാറുന്നു. കേന്ദ്ര പദ്ധതിയായ തണ്ണീർത്തട സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 വർഷം മുൻപ് തുടക്കമിട്ട പദ്ധതിയാണ് ഇപ്പോൾ പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിരിക്കുന്നത്. പയ്യന്നൂർ നഗരസഭ 1,09,00,000 രൂപ വരുന്ന വിഹിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാമൻകുളം പുനർനിർമ്മിക്കാനാണ് തീരുമാനിച്ചത്. ആ സമയത്ത് തന്നെ നടന്ന യോഗങ്ങളിലെല്ലാം ഈ ആശങ്ക ഇവിടെ ഉയർന്നു വന്നതാണ്. പക്ഷേ അപ്പോഴെല്ലാം എല്ലാം റെഡിയാണ്, എത്രയും പെട്ടെന്ന് തന്നെ ഈ വർക്ക് പൂർത്തീകരിക്കുമെന്ന 3 വർഷം മുമ്പുള്ള പല്ലവി തുടർന്ന് പറയുകയും ഈ പ്രവൃത്തി കരാറുകാരൻ ആരംഭിക്കുകയും ചെയ്തു. ആ പ്രദേശത്തേക്കുള്ള വഴി ഉൾപ്പെടെ എല്ലാം മണ്ണെടുത്ത് നീക്കിയാണ് ആ ഭാഗം നീക്കം ചെയ്തത്. പക്ഷേ ഈ ഇത്രയും വലിയ പ്രവൃത്തി നടക്കുമ്പോൾ 2 ലക്ഷം കല്ലുകളോളം വേണം എന്ന നിലയിലുള്ള പ്രവൃത്തി നടക്കുമ്പോൾ ആവശ്യമായ മെറ്റീരിയൽ സ്റ്റാക്ക് ചെയ്യാതെയാണ്, ഒരു കല്ല് പോലും ഇറക്കാതെയാണ് ഈ കുളത്തിൻ്റെ 4 ഭാഗവും
JCB മിറ്റാച്ചിയും ഉപയോഗിച്ച് മാന്തി മണ്ണെടുത്ത് മാറ്റിയത്. വളരെ ലൂസായ മണ്ണുള്ള ഈ പ്രദേശത്ത് ആ മണ്ണെല്ലാം ഇടിഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ഇതിലേക്കുള്ള റോഡ് സംവിധാനം ഇപ്പോഴും ക്ലിയർ ആയില്ല. സ്വകാര്യ വ്യക്തിയുടെ റോഡാണ്. ആ റോഡ് ഈ കുളവുമായി ബന്ധപ്പെടുന്ന രീതിയിലേക്ക് നഗരസഭാ അധികാരികൾ കൈകാര്യം ചെയ്തില്ല. ഇതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന തോടിന് പോലും നല്ല ഒരു വീതിയുള്ള തോടാക്കി താൽക്കാലികമായെങ്കിലും പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയില്ല. പയ്യന്നൂർ നഗരസഭ 9-ാം വാർഡിലുള്ള കോറോം കൂർക്കരയിലെ രാമൻകുളം നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിലുള്ള കുളമാണ്. 3 വർഷം മുൻപ് കേന്ദ്ര പദ്ധതിയായ തണ്ണീർത്തട സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,09 ലക്ഷം രൂപ ഉപയോഗിച്ച് പുനർനിർമ്മിക്കാൻ ശ്രമം തുടങ്ങിയതാണ്. ടെൻഡർ നടപടി പൂർത്തീകരിച്ച് ഏപ്രിൽ അവസാനമാണ് കരാറുകാരൻ പ്രവൃത്തി ആരംഭിച്ചത്. എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കുമെന്ന് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ പ്രാദേശിക യോഗങ്ങളിൽ ഉറപ്പു നൽകിയതുമാണ്. ആവശ്യമുള്ള മെറ്റീരിയൽ സ്റ്റോക്കിംഗ് ഇല്ലാതെയാണ് പ്രവൃത്തി ആരംഭിച്ചത്. 1.5 ഏക്കറോളം വിപുലമായ ഈ കുളത്തിന്റെ സമീപത്തുകൂടിയുള്ള വഴികൾ ഉൾപ്പെടെ ഒറ്റഘട്ടത്തിൽ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുകയാണ് ചെയ്തത്. തുടർന്ന് ചെങ്കൽ ക്ഷാമം പറഞ്ഞ് പണി നിർത്തിവെക്കുകയും ചെയ്തു. മഴ വന്നതോടെ സമീപ പ്രദേശത്തെ രാജന്റെ ഭവനം പൂർണ്ണമായും തകർച്ചാ ഭീഷണിയിലും മറ്റു ഭവനങ്ങൾ ഭാഗികമായി ഇടിച്ചൽ ഭീഷണിയിലുമാണ്. ഒരു 10-13 വർഷത്തിലധികമായി അമ്മയുടെ നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു വിഷമം നമുക്ക് ഉണ്ടായിട്ടില്ല. ഇതിൽ നമ്മൾ രണ്ടാളും ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ രാട്ടൻ പറഞ്ഞിനി പിന്നെ വഴി ഇങ്ങനെ ഇതാക്കാൻ പാടില്ല. പക്ഷെ അത് അവരൊന്നും അനുസരിച്ചിട്ടില്ല. വരുമ്പോഴത്തേക്കെല്ലാം JCB കൊണ്ട് മാന്തി ഇതാക്കി. അപ്പോൾ നമ്മൾ 1 മീറ്റർ ഇത് പിന്നെ മുറിച്ച ഇത് കീറിയ പിന്നെയാണ് അളവും എടുക്കുന്നത്. അപ്പോൾ 1 മീറ്ററിൽ 1.25 മീറ്ററിലധികം അങ്ങോട്ടും പോയിട്ടുണ്ട്. ഇനി നമുക്ക് വഴിയല്ല, ഒരു റോഡായിട്ട് തന്നെ തരണമല്ല ഒരു അഭ്യർത്ഥനയാണ്. ഇനിയിപ്പം മഴ പെയ്തിട്ടില്ല. ശരിക്കും മഴ പെയ്യുന്നതിന് മുമ്പ് ഇങ്ങനത്തെ അവസ്ഥ. അപ്പം മഴ പെയ്താൽ എന്താ നമ്മളെ വീട് തൊട്ടടുത്താണ് ഉള്ളത്. അപ്പോൾ പേടിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്നു. മഴ പെയ്യാൻ തുടങ്ങാത്ര എന്ത് ചെയ്യുന്നില്ല അറിയില്ല. പണി ആരംഭിച്ചപ്പോൾ കല്ല് സമരമായതുകൊണ്ട് കല്ല് നമുക്ക് ആവശ്യത്തിന് ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കോൺട്രാക്റ്റുകാരൻ പറഞ്ഞ് കല്ല് ആവശ്യത്തിന് ലഭിക്കുന്നില്ല. അങ്ങനെ കുറച്ച് കാലതാമസം അതിന് വന്നിരുന്നു. 1 മാസം ആകെ നമുക്ക് 2 മാസമേ കിട്ടിയിട്ടുള്ളൂ. പിന്നീട് മഴയും വന്നു. ആ കല്ല് നമുക്ക് ലഭ്യമായി. അപ്പോൾ നേരത്തെ നമ്മളവിടെ കുളം നവീകരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് മണ്ണ് സൈഡിൽ നിന്ന് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെ ഒരു വീട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ വീട് ഏറ്റവും നന്നായി നമുക്ക് ആ മണ്ണ് ഇടിയുന്ന സന്ദർഭത്തിൽ അതിന് സൈഡ് കെട്ടി മണൽച്ചാക്ക് നിറച്ച് വെച്ച് കല്ല് കെട്ടി ആ വീടിന് ഒരു അപകടവും സംഭവിക്കാത്ത രൂപത്തിൽ നമ്മൾ അവിടെ പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും രൂക്ഷമായിട്ടുള്ള മഴ വന്നുപോയി. പിന്നീട് പ്രവൃത്തി നടത്താൻ വേണ്ടി കഴിഞ്ഞില്ല. അവിടെ ലൈനുമായി ബന്ധപ്പെട്ട് കണക്ഷൻ പോകുന്നുണ്ട് 2-3 വീട്ടിലേക്ക്. അത് കണക്ഷൻ മാറ്റി, അതിന് ലേശം അപകടസ്ഥിതി ഉണ്ടായതുകൊണ്ട് അതിൻ്റെ കണക്ഷൻ മാറ്റി മറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുളത്തിലേക്ക് എത്താനുള്ള റോഡ് ഇപ്പോഴും സ്വകാര്യ വ്യക്തികളുടേതാണ്. ഈ റോഡ് പ്രവൃത്തി ചെയ്യാതെയാണ് കുളത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചത്. കുളത്തിൽ നിന്ന് പുറത്തേക്ക് വെള്ളം ഒഴുകിപ്പോകാൻ 1 മീറ്ററിലേറെ വീതിയിലുണ്ടായിരുന്ന ഓവുചാൽ 50 സെന്റിമീറ്ററായി ചുരുക്കി. കുളത്തിന് സമീപത്തുള്ള ഇലക്ട്രിസിറ്റി പോസ്റ്റ് ഉൾപ്പെടെ ഈ കുളത്തിൽ പതിച്ച നിലയിലാണ്. ഏത് സമയവും കുളത്തിലേക്ക് പതിക്കുമെന്ന നിലയിൽ ഇവിടെ വേറെയും പോസ്റ്റുകളുണ്ട്. ഇത് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തുകയാണ്. വൈദ്യുതി കമ്പികൾ പൊട്ടി പോസ്റ്റുകളടക്കം ഈ കുളത്തിൽ വീണിരിക്കുകയാണ്. ഏറ്റവും അപകടകരമായ സ്ഥിതിവിശേഷമാണുള്ളത്. ഈ സ്ഥലത്തെ ഈ കുളത്തിലെ വെള്ളം പുറത്തേക്ക് അടിയന്തരമായി ഒഴിച്ചു വിട്ടിട്ടില്ലെങ്കിൽ 4 വീടുകൾ നിലംപൊത്തുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. വലിയ സൗന്ദര്യവൽക്കരണ സാധ്യതയുള്ള ഈ കുളത്തെ നിഷ്കരുണം ഭരണാധികാരികൾ കൈയൊഴിഞ്ഞിരിക്കുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ കൗൺസിൽ യോഗം ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സെറിൻ ശശിയുടെ അധ്യക്ഷതയിൽ നടന്ന കൗൺസിൽ യോഗത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. അധിക വൈദ്യുതി വന്നാൽ വീട്ടുപകരണങ്ങളെയും ഷോക്കിനെയും സംരക്ഷിക്കാൻ നഗരസഭയിലെ BPL കുടുംബങ്ങൾക്ക് വൈദ്യുതി സുരക്ഷാ ഉപകരണം നൽകുന്നു. KCB ആണ് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ നൽകുന്നത്.
ഇതിനായി BPL കുടുംബങ്ങളുടെ പട്ടിക തയ്യാറാക്കി നൽകാൻ നഗരസഭയോട് ആവശ്യപ്പെട്ടു. നഗരസഭാ അധ്യക്ഷൻ സരിൻ ശശിയുടെ അധ്യക്ഷതയിൽ നടന്ന കൗൺസിൽ യോഗം ഇത് ചർച്ച ചെയ്തു. 2029 BPL സർവേ പ്രകാരമുള്ള പട്ടികയാണ് നഗരസഭയിലുള്ളത്. അതിൻ പ്രകാരം നഗരസഭയിൽ 5577 BPL കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. 17 വർഷം മുൻപുള്ള ഈ പട്ടിക പക്ഷേ ഇപ്പോൾ പ്രായോഗികമാകില്ല. അർഹരായ BPL കുടുംബങ്ങളെ തിരിച്ചറിഞ്ഞ് ഈ പദ്ധതിക്ക് വേണ്ടി പട്ടിക തയ്യാറാക്കേണ്ടി വരും. പയ്യന്നൂർ നഗരസഭയിലെ 43-ാം വാർഡിൽ അന്നൂർ പടിഞ്ഞാറേക്കരയിൽ പാടിപ്പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്നത് തടയാനുള്ള ഷട്ടർ മാറ്റി സ്ഥാപിക്കും. കാലപ്പഴക്കം മൂലം ഇപ്പോൾ ദ്രവിച്ചിരിക്കുകയാണ്. പ്രദേശത്തെ 50-ലധികം വീടുകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഇപ്പോൾ ഉപ്പുവെള്ളം കയറുന്നത് ഒഴിവാക്കാനാണ് പദ്ധതി. ഷട്ടർ മാറ്റി സ്ഥാപിക്കുന്നതിന് 1 ലക്ഷം രൂപയാണ് ചിലവ്. വാർഡുകളിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും അവയെ പിടിക്കണമെന്നും കൗൺസിലർ C. വൈശാഖ് കൗൺസിൽ യോഗത്തിൽ ഉന്നയിച്ചു. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം തുടങ്ങിയ പയ്യന്നൂർ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് കൗൺസിലർ VKP ഇസ്മായിൽ ചോദ്യമായി ഉന്നയിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതിയുടെ തീരുമാനപ്രകാരം നഗരസഭയിൽ ലഭ്യമായ 26 സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷകൾ പാസാക്കാൻ കൗൺസിലിലേക്ക് ശുപാർശ ചെയ്ത് കൗൺസിൽ യോഗം ചർച്ച ചെയ്തു. ലഭ്യമായ വാർദ്ധക്യകാല പെൻഷൻ അപേക്ഷയിൽ റിപ്പോർട്ട് ലഭ്യമായ 45 അപേക്ഷകളിൽ 30 എണ്ണം പാസാക്കാനും 15 എണ്ണം നിരസിക്കാനും തീരുമാനിച്ചത് കൗൺസിലിൽ ചർച്ച ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാനത്ത് തന്നെ മാതൃകയായി കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ഇളം തളിരും പുസ്തകത്തണലും പദ്ധതിക്ക് കരിവെള്ളൂർ നോർത്ത് UP സ്കൂളിൽ തുടക്കമായി. പഞ്ചായത്ത് തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് നിർവഹിച്ചു. സംസ്ഥാനത്തിന് തന്നെ മാതൃകയായി കരിവെള്ളൂർ പെരളം പഞ്ചായത്തിന്റെ ഇളം തളിരും പുസ്തക തണലും പദ്ധതിക്ക് തുടക്കമായി. കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നെഞ്ചേറ്റാവുന്ന വേറിട്ടൊരു അക്ഷര വിപ്ലവത്തിനാണ് കരിവെള്ളൂർ നോർത്ത് UP സ്കൂളിൽ തുടക്കമായത്. സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നിർവഹിച്ചു. പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികളും വിദ്യാലയ പരിസരങ്ങളിലെ ഗ്രന്ഥാലയങ്ങളിൽ നിർബന്ധമായും സന്ദർശനം നടത്തുകയും പുസ്തകങ്ങളുമായി ആഴത്തിലുള്ള സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾ വായിക്കുന്ന ഓരോ പുസ്തകത്തിന്റെയും ആസ്വാദനക്കുറിപ്പുകളും വായനാക്കുറിപ്പുകളും രേഖപ്പെടുത്തുന്നതിനായി ഒരു പ്രത്യേക പുസ്തകം തന്നെ കുട്ടികൾക്കുണ്ടാകും. ഈ കുറിപ്പുകൾ വിദ്യാലയത്തിലെ അധ്യാപകർ കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് കുട്ടികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകും. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനും കൃത്യമായ വിലയിരുത്തലുകൾക്കുമായി ആസൂത്രണ സമിതി അംഗങ്ങൾ, അധ്യാപകർ, ഭരണസമിതി അംഗങ്ങൾ, വായനശാല പ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ ഒരു മോണിറ്ററിംഗ് സംവിധാനവും സജ്ജമാക്കിയിട്ടുണ്ട്. ചടങ്ങിൽ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. രമേശൻ അധ്യക്ഷനായി. പ്രധാനാധ്യാപിക P. പ്രീത, വൈസ് പ്രസിഡന്റ് RK സുധാമണി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വരുൺ ചന്ദ്രൻ, VV പ്രദീപൻ, P. വിജയകുമാർ, PU സുജാത, NV അശോകൻ, ചന്ദ്രമതി TV പ്രഭാവതി, വായനശാല പ്രതിനിധി P. മാധവൻ, P. രതിക എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ലോകപ്രശസ്ത സംഗീതജ്ഞന്മാരുടെ സാന്നിധ്യം കൊണ്ട് മഹത്വവും മഹിമയും കൈവന്ന തുരിയം വേദിയിൽ പയ്യന്നൂരിൽ നിന്ന് ഒരു സംഗീത പ്രതിഭ. പയ്യന്നൂർ മഹാദേവ ഗ്രാമം സ്വദേശിനി ഡോക്ടർ ഗോപിക രാജീവാണ് ഈ അപൂർവ ഭാഗ്യം കൈവന്ന സംഗീതജ്ഞ. തുരിയം സംഗീതോത്സവം പയ്യന്നൂരിനെ സംബന്ധിച്ച് ഒരു ഉത്സവം തന്നെയാണ്. ഈ വർഷത്തെ തുരിയത്തിൽ പയ്യന്നൂരുകാരിയായ ഡോക്ടർ ഗോപിക പാടുന്നു എന്നതാണ് ഈ വർഷത്തെ തുരിയത്തിൻ്റെ പ്രത്യേകത. ഗോപികയുടെ വിശേഷങ്ങളിലേക്ക്. തുരിയം എന്ന് പറയുന്നത് ഞാനൊക്കെ കണ്ട് വളർന്ന ഒരു മ്യൂസിക് ഫെസ്റ്റിവലാണ്. അതിപ്പം ഇന്ത്യ ഒട്ടാകെ വളരെ പ്രശസ്തി ആർജിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫെസ്റ്റിവലിൽ ഒരു ഭാഗമാവാൻ, ആ വേദിയിൽ കയറി ഇരിക്കാൻ സാധിക്കുന്നതിന് വലിയൊരു ഭാഗ്യമായി കരുതുന്നു. പിന്നെ ആദ്യമായിട്ട് എനിക്കൊരു വലിയ വേദി മുൻപേയും തന്നത് സ്വാമിജിയാണ്. കഥകളി അരങ്ങിൻ്റെ 10ാം വാർഷികത്തിന് ഒരു മണിക്കൂർ കച്ചേരി. ഞാൻ അന്നേരം ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ആ ഒരു വേദിയിലേക്ക് കയറാൻ ഒരു ഭാഗ്യം കിട്ടുന്നത്. വലിയൊരു അനുഗ്രഹമായി കരുതുന്നു. ലോകപ്രശസ്ത സംഗീതജ്ഞന്മാരുടെ സാന്നിധ്യം കൊണ്ട് മഹത്വവും മഹിമയും കൈവന്ന തുരിയം വേദിയിൽ പയ്യന്നൂരിൽ നിന്ന് ഒരു സംഗീത പ്രതിഭ എത്തുകയാണ്. 2 വർഷം മുൻപ് പയ്യന്നൂർ മനോജ് കർണാടക സംഗീത കച്ചേരി അവതരിപ്പിച്ചപ്പോൾ അത് തുരിയത്തിലെ ആദ്യത്തെ പയ്യന്നൂർ സാന്നിധ്യമായിരുന്നു. ഇത്തവണ തുരിയം വേദിയിൽ പയ്യന്നൂരിൽ നിന്ന് എത്തുന്നത് ഡോക്ടർ ഗോപികയാണ്. പയ്യന്നൂർ കോളേജ് റിട്ടയർഡ് പ്രൊഫസർ രാജീവൻ മാഷുടെയും സുപ്രഭയുടെയും മകൾ ഗോപിക വൈദ്യശാസ്ത്രത്തെ പോലെ സംഗീതത്തെയും ജീവന് തുല്യം സ്നേഹിക്കുന്നു. പ്രൊഫഷണലി ഇപ്പോൾ ഗോപിക ഒരു ഡോക്ടറാണ്. അതും അർബുദത്തിന് ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ മ്യൂസിക്കും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ എങ്ങനെയാണ് രോഗികളുമായി ഈ ഒരു മ്യൂസിക് തെറാപ്പി അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? മ്യൂസിക് തെറാപ്പിക്ക് ആധികാരികമായി ഇന്ത്യയിലൊരു എവിഡൻസ് ഇല്ല. ഇപ്പോൾ ഞാൻ പത്മഭൂഷൺ TVG സാറിൻ്റെ, ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഐമ എന്നുള്ളൊരു
ഒരു സംഘടനയുമായി സംബന്ധിച്ച് ഞങ്ങളൊരു സ്റ്റഡി നടത്താൻ പോവുകയാണ് മ്യൂസിക് തെറാപ്പിയെക്കുറിച്ച്. അതിൻ്റെ വരും ഘട്ടങ്ങളിൽ അതിൻ്റെ റിസൾട്ട്സ് അറിയാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ രോഗികൾക്ക് എപ്പോഴും നമ്മൾ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, അടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. സോ അവിടെ നമ്മൾ രോഗികൾക്ക് മ്യൂസിക് കേൾപ്പിക്കുകയും വീക്ക്ലി എന്തെങ്കിലും കരോക്കെ സെഷൻസോ അങ്ങനെ എന്തെങ്കിലും നടത്താറും ചെയ്യാറുണ്ട്. അത് ഒബ്വിയസ്ലി അവരുടെ മാനസിക സംഘർഷങ്ങളെ ലഘൂകരിക്കുകയും അവർക്ക് കുറച്ച് ഡിസ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ, ട്രീറ്റ്മെൻറ്റ് ടൈം കുറച്ചുകൂടെ പ്ലസൻ്റ് ആയിരിക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഗൈനക് ഓങ്കോളജിയിൽ മാസ്റ്റർ ബിരുദമുള്ള ഗോപിക പ്രശസ്ത അർബുദരോഗ വിദഗ്ധ പത്മഭൂഷൺ ഡോക്ടർ ശാന്തയുടെ കീഴിൽ പരിശീലനം നേടിയിട്ടുണ്ട്. കർണാടക സംഗീത പരിശീലനത്തിൽ ഗോപികയ്ക്ക് കിട്ടിയ സൗഭാഗ്യമാണ് ശ്രേഷ്ഠമായ ഒരു ഗുരുപരമ്പര. ഗോവിന്ദമിഹ ഗോപികാനന്ദകന്ദം സാനന്ദമവലോകയാമോ മുകുന്ദം ഗോപികാഗണനയന കുമുദപൂർണേന്ദും ഗോപാലകുലതിലകമഖിലജനബന്ധും. അതിൽ കൈതപ്രം വിശ്വനാഥൻ, മാങ്ങാട് നടേശൻ, ചേർത്തല രംഗനാഥ ശർമ്മ എന്നിവർ ഉൾപ്പെടും. സ്വാമി കൃഷ്ണാനന്ദ ഭാരതി നേതൃത്വം കൊടുക്കുന്ന തുരീയം കഴിഞ്ഞ വർഷം 101 ദിവസത്തെ സംഗീതോത്സവം സംഘടിപ്പിച്ച് വിസ്മയം തീർത്തിട്ടുണ്ട്. ഈ വർഷത്തെ തുരീയത്തിൽ 4ാം ദിവസമായ ജൂൺ 19 ഡോക്ടർ ഗോപിക കച്ചേരി അവതരിപ്പിക്കുന്നത്. പ്രൊഫഷനൊപ്പം തന്നെ പാട്ടിനെ നെഞ്ചോട് ചേർത്ത് പോവുകയാണ് ഡോക്ടർ ഗോപിക. അതുപോലെ തന്നെ പുതിയൊരു മുന്നേറ്റത്തിനായി, അതായത് ക്യാൻസർ രോഗികൾക്ക് മ്യൂസിക് തെറാപ്പി പോലുള്ള പുതിയൊരു മുന്നേറ്റത്തിനായി മുന്നോട്ട് പോവുകയാണ് ഗോപിക. എന്തായാലും ഈ കലാകാരിയുടെ മുന്നോട്ടുള്ള യാത്രയിൽ സംഗീതത്തെ നെഞ്ചോട് ചേർക്കാൻ സാധിക്കട്ടെ. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. വെതിരമന വിഷ്ണു നമ്പൂതിരി സ്മൃതി സംഗമം ജൂൺ 21 3 മണിക്ക് പുറച്ചേരി കേശവതീരത്ത് നടക്കും. പ്രശസ്ത നോവലിസ്റ്റ് CV ബാലകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകനും കേശവതീരം ആയുർവേദ ഗ്രാമം സ്ഥാപകനുമായ വെതിരമന വിഷ്ണു നമ്പൂതിരിയുടെ ചരമവാർഷിക ദിനാചരണം ജൂൺ 21 പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ നടക്കും. ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് വെതിരമന തറവാട്ടുകാരനവർ വെതിരമന ഈശ്വരൻ നമ്പൂതിരി ദീപം തെളിയിക്കും. നോവലിസ്റ്റ് CV ബാലകൃഷ്ണൻ സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്യും. മുൻ MLA TV രാജേഷ് മുഖ്യാതിഥിയാകും. OK നാരായണൻ സ്മൃതി ഭാഷണം നടത്തും. ചടങ്ങിൽ വെതിരമന വിഷ്ണു നമ്പൂതിരി സ്മാരക കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഡോക്ടർ M ഹരിദാസ്, കേശവതീരം ബിഷ്ക് ശ്രീ പുരസ്കാരം ഡോക്ടർ VK ഉദയവർമ്മ, യുവ ബിഷ്ക് പുരസ്കാരം ഡോക്ടർ പ്രശാന്ത് ആറ്റുപുറം, കാരുണ്യശ്രേഷ്ഠ പുരസ്കാരം ഉണ്ണി പുത്തൂർ എന്നിവർക്ക് നൽകും. 30 വയോജനങ്ങൾക്കുള്ള ആദരവിൽ ലതാവി അന്തർജനം ഉപഹാരം നൽകും. K ശശിധരൻ ഔഷധ സസ്യ വിതരണം നടത്തും. ഡോക്ടർ അശ്വതി വെതിരമന, ഡോക്ടർ തുളസി കേശവൻ എന്നിവർ ചാരിറ്റി പദ്ധതികൾ പ്രഖ്യാപിക്കും. തുടർന്ന് യോഗായനം, സംഗീത സന്ധ്യ എന്നിവയുണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ കേശവൻ വെതിരമന, വാദ്യപ്രവീൺ ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമ മാരാർ, OK നാരായണൻ നമ്പൂതിരി, PV ഭാനുമതി, PK രാമദാസ് നായർ, ഡോക്ടർ തുളസി കേശവൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഉറവിട നിരീക്ഷണം ഊർജിതമാക്കി മാത്തിൽ ആരോഗ്യ കേന്ദ്രം. സംസ്ഥാനത്ത് പകർച്ചപ്പനി വ്യാപിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിരീക്ഷണം കർശനമാക്കിയത്. ഡെങ്കിപ്പനി വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി മാത്തിൽ ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഉറവിട നിരീക്ഷണം ഊർജിതമാക്കി. വാർഡ് വികസന സമിതി യോഗത്തിൽ ഉയർന്ന പരാതിയെ തുടർന്ന് കരിയാപ്പ് ഭാഗത്തെ നിർമ്മാണ പ്രദേശങ്ങളിലും ക്വാർട്ടേഴ്സുകളിലും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. പരിശോധനയിൽ കെട്ടിക്കിടന്ന ടയറുകൾ, ബാരലുകൾ, ഉപയോഗശൂന്യമായ ടാങ്കുകൾ, ക്ലോസറ്റുകൾ, പ്ലാസ്റ്റിക് കവറുകൾ എന്നിവയിൽ കൊതുക് പെരുകുന്നതായി കണ്ടെത്തി. കൂടാതെ ക്വാർട്ടേഴ്സ് പരിസരങ്ങളിൽ ഭക്ഷ്യ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു. എലി, തെരുവുനായ്ക്കൾ എന്നിവയുടെ ശല്യവും ഇവിടെ രൂക്ഷമാണ്. സ്ഥലമുടമകളെ നേരിൽ കാണാൻ സാധിക്കാത്തതിനാൽ പൊതുജനാരോഗ്യ നിയമം 2023 പ്രകാരമുള്ള നോട്ടീസ് കെട്ടിടത്തിന് പുറത്ത് പതിപ്പിച്ചു. കൊതുക് വളരുന്ന സാഹചര്യം ഒരുക്കുന്ന വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരെ ഇനി മുൻകൂട്ടി അറിയിപ്പില്ലാതെ നേരിട്ട് കോടതി നടപടികളിലേക്ക് നീങ്ങുമെന്നും ആരോഗ്യവകുപ്പ് കർശന മുന്നറിയിപ്പ് നൽകി. ഹെൽത്ത് ഇൻസ്പെക്ടർ ജയപ്രകാശ് KT, ആശാപ്രവർത്തകരായ ജയന്തി K, യശോദ PV എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് പരിധിയിൽ കരക്കാട് എന്ന സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സാമഗ്രികൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിശോധനയിലായിരുന്നു. ഈ പരിശോധനയിൽ കണ്ടെത്തിയത് ഉടമസ്ഥർ കൂടുതലായിട്ടും ഈ ഒരു പ്രദേശം സന്ദർശിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ
നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടയറുകൾ, അതുപോലെ തന്നെ വീപ്പക്കുറ്റികൾ, ടാങ്കുകൾ, സിമൻറ്റ് ടാങ്കുകൾ നിർമ്മിച്ച ഇവയൊക്കെ തന്നെ വളരെയധികം കേന്ദ്രങ്ങളിൽ ധാരാളം കൊതുകിൻ്റെ ഉറവിടങ്ങളായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവവും എൻഡോമെന്റ് വിതരണവും സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവവും എൻഡോമെന്റ് വിതരണവും സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി.വി. ജയശ്രീ അധ്യക്ഷത വഹിച്ചു. കെ.വി. ലക്ഷ്മണൻ, എം.വി. സൗമ്യ, ഡോക്ടർ എൻ. രാജേഷ്, എം. സുനിൽകുമാർ, വി.വി. രാജേഷ്, ടി.വി. ഉണ്ണികൃഷ്ണൻ, സി.എം. വേണുഗോപാലൻ, എ. മാധവൻ, പി.വി. ഗംഗാധരൻ, വി.വി. ഷീന, ജോർജ് ജിജോ, രാജേഷ് പയ്യരട്ട എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ ലെസാരോ അക്കാദമിയിൽ വായനാ ദിനാഘോഷവും ലൈബ്രറി ഉദ്ഘാടനവും വിപുലമായ പരിപാടികളോടെ നടന്നു. ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ ഇ. ശ്രീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായനയുടെ മഹത്വവും അറിവിന്റെ പ്രാധാന്യവും ഉയർത്തി പയ്യന്നൂർ ലെസാരോ അക്കാദമിയിൽ വായനാ ദിനാഘോഷവും ലൈബ്രറി ഉദ്ഘാടനവും വിപുലമായ പരിപാടികളോടെ നടന്നു. ഇന്ന് വായനക്കാരൻ, നാളെ നേതാവ് എന്ന സന്ദേശം മുൻനിർത്തിയ ചടങ്ങിന്റെ ഉദ്ഘാടനം ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ ഇ. ശ്രീധരൻ നിർവഹിച്ചു. പ്രിൻസിപ്പാൾ രവിചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ലെസാരോ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ജോബി കെ.പി. അധ്യക്ഷത വഹിച്ചു. ലെസാരോ അക്കാദമി സിഇഒ ദേവകി മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയുടെ ഭാഗമായി അക്കാദമിയിലെ പുതിയ ലൈബ്രറി ഉദ്ഘാടനവും വിദ്യാർത്ഥികൾക്കായി കൂടുതൽ പഠന വായനാ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു. വൈസ് പ്രിൻസിപ്പാൾ നയന പി, സ്റ്റാഫ് സെക്രട്ടറി അഞ്ജലി കെ.വി, HOD അഫീദ KT എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വായനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ക്വിസ് മത്സരം, പുസ്തക കവർ ചിത്രരചനാ മത്സരം, പുസ്തക അവലോകനം, പുസ്തകങ്ങളെ ആസ്പദമാക്കിയ സിനിമാരംഗങ്ങളുടെ റീൽസ് മത്സരം എന്നിവയിൽ ലെസാരോ അക്കാദമിയിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വായനയുടെയും അറിവിന്റെയും സംസ്കാരം വളർത്തുന്നതിന് ലെസാരോ അക്കാദമി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിക്ക് അധ്യാപികമാരായ അനുശ്രീ, അങ്കിത രാജ് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. റോട്ടറി ഇന്റർനാഷണൽ പയ്യന്നൂർ സെൻട്രൽ ക്ലബിന്റെ 2026-27 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ ഇൻസ്റ്റലേഷൻ ജൂൺ 24 ബുധനാഴ്ച വൈകിട്ട് 7 മണിക്ക് പയ്യന്നൂർ KK റെസിഡൻസിയിൽ നടക്കും. റോട്ടറി ക്ലബ്ബ് നടത്തിവരുന്ന വിവിധ പദ്ധതികൾ ഈ വർഷവും തുടരുമെന്നും റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ പയ്യന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റോട്ടറി ഇന്റർനാഷണൽ പയ്യന്നൂർ സെൻട്രൽ ക്ലബിന്റെ 2026-27 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ ഇൻസ്റ്റലേഷൻ ജൂൺ 24 ബുധനാഴ്ച വൈകിട്ട് 7 മണിക്ക് പയ്യന്നൂർ KK റെസിഡൻസിയിൽ നടക്കും. ക്ലബിന്റെ പുതിയ പ്രസിഡന്റായി റൊട്ടേറിയൻ രാജേഷ് തായമ്പത്ത്, സെക്രട്ടറിയായി റൊട്ടേറിയൻ ബിബിൻ പൊയ്യിൽ, ട്രഷററായി റൊട്ടേറിയൻ രാജേന്ദ്രൻ കൊട്ടാരത്തിൽ എന്നിവർ അന്നേ ദിവസം ചുമതലയേൽക്കും. 2025-26 വർഷത്തെ മികച്ച പ്രവർത്തനങ്ങളുടെ തിളക്കത്തിലാണ് പയ്യന്നൂർ സെൻട്രൽ ക്ലബെന്നും റോട്ടറി അനുശാസിക്കുന്ന എല്ലാ മേഖലകൾക്കും പ്രാധാന്യം നൽകിയുള്ള പ്രവർത്തനങ്ങൾക്ക് തന്നെയായിരിക്കും മുൻതൂക്കമെന്നും ചിറ്റിലപ്പള്ളി സ്വപ്നഭവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏറ്റവും അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് ഒരു വീട് ഈ വർഷം ക്ലബ്ബ് നിർമ്മിച്ചു നൽകുമെന്നും പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയതുപോലെയുള്ള ആരോഗ്യ, വിദ്യാഭ്യാസ, പരിസ്ഥിതി സംരക്ഷണ, സ്ത്രീ ശാക്തീകരണ പ്രൊജക്ടുകളും പരിപാടികളും ഈ വർഷവും തുടരുമെന്നും റോട്ടറി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രമേശൻ മാപ്പിടിച്ചേരി, വിപിൻ പൊയ്യിൽ, രാജേഷ് തായമ്പത്ത്, അജയൻ PV, പ്രശോഭ് കുട്ടമത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്ക് കർഷക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പയ്യന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ അജിത് CV ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷി ചെയ്യാനുള്ള മറ്റു സൗകര്യങ്ങളുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം കൃഷി ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ആളുകൾ കൂടി ഇത് മനസ്സിലാക്കണം. കൃഷി ചെയ്യുന്ന ആളുകൾക്കത് ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതിയാണ് ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി പയ്യന്നൂരിൽ.
പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്ക്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് കണ്ണൂർ, വെയർഹൌസ് ഡെവലപ്മെന്റ് റെഗുലേറ്ററി അതോറിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഏകദിന കർഷക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി ഹാളിലാണ് പരിപാടി നടന്നത്. ശാസ്ത്രീയമായ വിളസംഭരണ രീതികളെക്കുറിച്ചും വെയർഹൌസിംഗ് സംവിധാനങ്ങളിലൂടെ കർഷകർക്ക് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും പ്രാദേശിക കർഷകരിൽ അവബോധം വളർത്തുകയാണ് സെമിനാറിന്റെ പ്രധാന ലക്ഷ്യം. പയ്യന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ അജിത് CV പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശശികുമാർ VP സ്വാഗതം പറഞ്ഞു. പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K. ശിവകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ICM കണ്ണൂർ ഫാക്കൽറ്റി CV വിനോദ് കുമാർ കർഷകർക്കായി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വിളവെടുപ്പിനു ശേഷമുള്ള കാർഷിക നഷ്ടം കുറയ്ക്കാനും മികച്ച സംഭരണ സൗകര്യങ്ങളിലൂടെ കർഷകർക്ക് കൂടുതൽ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുവാനും ഈ ബോധവൽക്കരണ ക്ലാസ് ഏറെ സഹായകരമാകുമെന്ന് സംഘാടകർ പറഞ്ഞു. പ്രാദേശിക കർഷകരടക്കം നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തെ ബ്ലൂ സ്റ്റാർ ക്ലബ്ബ് ഗോൾഡൻ ജൂബിലി ആഘോഷ നിറവിൽ. ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായുള്ള ക്രോസ് കൺട്രി മത്സരം ജൂൺ 21 നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1976 പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപമുള്ള ഏതാനും ചെറുപ്പക്കാർ ചേർന്ന് രൂപീകരിച്ച ബ്ലൂ സ്റ്റാർ ക്ലബ്ബ് 50 വർഷം പൂർത്തിയാക്കി ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ നിറവിൽ. ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ക്രോസ് കൺട്രി മത്സരം, സ്പോർട്സ് ക്വിസ്, സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, സ്മരണികാ പ്രകാശനം, കുടുംബസംഗമം, ഫുട്ബോൾ ടൂർണമെന്റ് എന്നിവ പരിപാടിയുടെ ഭാഗമായി നടത്തും. ആദ്യ പരിപാടിയായി ജൂൺ 21 ഞായറാഴ്ച രാവിലെ 6:30 ഏഴിമല നേവൽ അക്കാദമി പരിസരത്തു നിന്നും ക്രോസ് കൺട്രി മത്സരം നടത്തും. രാമന്തളി ടൗൺ, പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ, BKM ജംഗ്ഷൻ, പയ്യന്നൂർ ബസ് സ്റ്റാൻഡ്, സെൻട്രൽ ബസാർ, LIC ജംഗ്ഷൻ വഴി പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് സമീപമുള്ള ക്ലബ് ഓഫീസ് പരിസരത്ത് മത്സരം സമാപിക്കും. 1ാം സ്ഥാനക്കാർക്ക് 15,000 രൂപയും 2ാം സ്ഥാനക്കാർക്ക് 10,000 രൂപയും 3ാം സ്ഥാനക്കാർക്ക് 5,000 രൂപയും ക്യാഷ് പ്രൈസ് നൽകും. കൂടാതെ മറ്റ് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും. സമാപന ചടങ്ങിൽ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി സമ്മാന വിതരണം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രവീന്ദ്രൻ K, അശോക് CH, KP മോഹനൻ, M സന്ദീപ്, K രത്നാകരൻ, P വേലായുധൻ, E നാരായണൻ നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എവിടേക്കു തിരിഞ്ഞാലും വർണ്ണവിസ്മയം തീർക്കുന്ന പൂക്കളാൽ സമൃദ്ധമാവുകയാണ് നമ്മുടെ നാട്. പ്രകൃതിയുടെ ഏറ്റവും സുന്ദരമായ സൃഷ്ടികളിലൊന്നായ പൂക്കൾ എന്നും മനുഷ്യ മനസ്സിനെയും കവിഭാവനകളെയും ഒരുപോലെ പ്രചോദിപ്പിച്ചിട്ടുള്ളവയാണ്. പൂക്കളെ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെയില്ല എന്നതുതന്നെയാണ് ഈ പുഷ്പവസന്തത്തിന് പിന്നിലെ പ്രധാന കാരണം. മുൻകാലങ്ങളിൽ ചെടിച്ചട്ടികളിലും മുറ്റത്തും മാത്രം ഒതുങ്ങി നിന്നിരുന്ന പൂക്കൃഷി ഇന്ന് വീടിൻ്റെ അകത്തളങ്ങളിലെ ഇൻഡോർ സസ്യങ്ങൾ മുതൽ ടെറസിലെ ഉദ്യാനങ്ങൾ വരെയായി വിപുലപ്പെട്ടിരിക്കുന്നു. പൂക്കളോടുള്ള ജനങ്ങളുടെ ഈ ആഭിമുഖ്യം കാരണം പുഷ്പ നഴ്സറികളുടെ എണ്ണത്തിലും വൻ വർധനവാണ് രേഖപ്പെടുന്നത്. പണ്ടൊക്കെ പൂക്കളിലെ റാണിയായി റോസാപ്പൂക്കളെ മാത്രമാണ് കണക്കാക്കിയിരുന്നതെങ്കിൽ പുതിയ കാലത്ത് നിരവധി വിദേശ ഹൈബ്രിഡ് പൂക്കൾ ആ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. പേരുപോലും അറിയാത്ത നിരവധി സുന്ദര പുഷ്പങ്ങളാണ് ഇന്ന് മലയാളികളുടെ മുറ്റങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. കാണുന്ന മാത്രയിൽ മനം കവരുന്ന ഇത്തരം ചെടികൾ വില നോക്കാതെ വാങ്ങാൻ ആളുകൾ തയ്യാറാകുന്നുമുണ്ട്. പഴയകാലത്ത് ചുവപ്പ് നിറത്തിൽ മാത്രം കണ്ടിരുന്ന ചെമ്പരത്തികൾ ഇന്ന് വെള്ള, ചന്ദനനിറം, മഞ്ഞ, മൾട്ടി കളർ തുടങ്ങി അനേകം ഭാവങ്ങളിൽ ലഭ്യമാണ്. കടലാസ് പൂക്കൾ അഥവാ ബോഗൺവില്ലകളുടെ കാര്യവും വ്യത്യസ്തമല്ല. ഉദ്യാനങ്ങളിലെ ഈ വിപ്ലവത്തിനൊപ്പം തന്നെ നമ്മുടെ വഴിയോരങ്ങളിലും പറമ്പുകളിലും വിരിഞ്ഞ് സൗരഭ്യം പരത്തുന്ന കാട്ടുപൂക്കളും നാട്ടിൻപുറങ്ങൾക്ക് തനിമയേകുന്നു. അതേസമയം നമ്മുടെ നാടൻ ജൈവ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാകുന്ന അധിനിവേശ സസ്യങ്ങളും മനുഷ്യർക്കും വളർത്തുമൃഗങ്ങൾക്കും ഒരുപോലെ ഹാനികരമായ വിഷാംശമുള്ള പുഷ്പങ്ങളും ഇന്ന് വിപണിയിൽ സജീവമാണ്. തിരിച്ചറിവില്ലാതെ ഇത്തരം അലങ്കാര ചെടികൾ വാങ്ങി അപകടം ക്ഷണിച്ചു വരുത്തരുതെന്നും പൂക്കളുടെ പശ്ചാത്തലം മനസ്സിലാക്കി മാത്രം അവയെ ഉദ്യാനങ്ങളുടെ ഭാഗമാക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.